ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചൊരു വ്ലോഗ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ചു ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രസമായിട്ടില്ലേ? ഇത് ഇന്നലെ ഞാൻ ബിസ്മിന്ന് വാങ്ങിച്ചൊരു അടിപൊളി പ്ലെയിൻ ആയിട്ടുള്ള നല്ല സൂപ്പർ കളറുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ക്യാമറയിൽ ഏത് കളറാണെന്ന് എനിക്കറിയില്ല. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഇസ്റ്റിക്കയുടെ കളറൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലേ? എനിക്കിങ്ങനെ ഭയങ്കര ഡാർക്ക് കളറിനോടൊക്കെ ഇപ്പോൾ ഭയങ്കര ക്രേസ് ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. ഇപ്പം സമയം 6 മണിയൊക്കെ ആയി. ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടയേർഡായിരുന്നു, കാരണം 2 മണിക്ക് എണീറ്റതാണ് രാത്രി. പിന്നെ 3 മണിക്ക് ഇപ്പം നമ്മൾ ലൊക്കേഷനിലേക്ക് പോയി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നുറങ്ങി. ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറി. അപ്പോൾ എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട്? എനിക്ക് ആ ഒരു ഓറഞ്ചും പിന്നെ ആ ഒരു കോഫി ബ്രൗണും കൂടി വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ചു കേട്ടോ, ഇത് പ്ലെയിൻ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുമെന്ന്. നോക്കാം, ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, അഞ്ചു എന്താണ് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാത്തതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്ത് വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കൂലേ, അതേപോലെ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോയി ഒരു കോഫിക്ക് ഉണ്ടാക്കട്ടെ. പിന്നെ നമ്മൾ ഡെയിലി ഓരോ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, 1 മിനിറ്റിൻ്റെ ഷോർട്സ് ആയിട്ട്. അപ്പോൾ നാളെ തൊട്ട് എന്തായാലും ആ വീഡിയോ വരും. ഈ വീഡിയോ ഞാൻ എപ്പോഴും ഇടുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയ്ക്കുള്ളൂ എനിക്ക് പറയാൻ. നമുക്ക് നേരെ കിച്ചണിൽ. അങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ട് ഒരു കോഫി ഉണ്ടാക്കാൻ നല്ലൊരു പ്ലാൻ മാറ്റി ചായ എന്നാക്കി കേട്ടോ. കുറേ നാളായി ചായ കുടിച്ചിട്ട് നല്ല ഏലക്കയൊക്കെ ഇട്ട് നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കാൻ തോന്നി. പുറത്താണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബാൽക്കണിയിൽ കുറച്ച് നേരം പോയി ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇടിവെട്ടും മിന്നലും ഒക്കെ ആയിരുന്നു. ഭൂമി പിളർന്നു പോണ പോലത്തെ സൗണ്ടൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാനായിട്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നു കേട്ടോ. ഞങ്ങൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് തേയിലയും പഞ്ചസാരയും ഏലക്കയൊക്കെ ആദ്യം തന്നെ ഇട്ട് വെക്കും കേട്ടോ. ചില ആൾക്കാർ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഷോർട്സിൽ ഇങ്ങനെ കാണിച്ചിട്ടപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു കേട്ടോ, എന്തുകൊണ്ടാണ് തിളക്കുന്നതിന് മുന്നേ ഇടുന്നതെന്ന്. നമ്മളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ഞാനും ഫോളോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ സ്റ്റാർ സിംഗർ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ സ്റ്റാർ സിംഗർ. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ദുബായിലുള്ള സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ നാളായി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇൻഡോർ വെക്കുന്ന ഒരു ബാമ്പു ആണ് കേട്ടോ. ഇടയ്ക്ക് ഒരു 1 വീക്ക് 2 വീക്കൊക്കെ കൂടുമ്പോൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇനി ഡിന്നർ ഞാൻ വിചാരിക്കുന്നു, ചോറ് തിന്നാനുള്ള ഒരു മൂഡൊന്നുമില്ല. വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചില്ല. അപ്പോൾ ഒരു ഓംലേറ്റും ഉണ്ടാക്കാം. പിന്നെ പഴം ഇങ്ങനെ നെയ്യിൽ വാട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പണ്ട് ഞാൻ എപ്പോഴും കഴിക്കുമായിരുന്നു, കാരണം നമുക്ക് കുറച്ച് തടിയൊക്കെ വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇതായിരിക്കും കേട്ടോ ചില സമയത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുട്ടി ഈവനിങ് വ്ളോഗായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണും. പറയാം ബൈ.